ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇതുവരെ നമ്മൾ ദുബൈയിൽ യു എയിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയൊരു സംഗതി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. മറ്റൊന്നുമല്ല, ഒരു ക്രൂയിസ് ഷിപ്പ്, അതിനുള്ളിൽ ഒരു ഡിന്നർ. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ കാലിക്കോപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിലേക്ക് കയറിയ പടിയൊക്കെ അവർ ഒഴിവാക്കി. ഈ ബോട്ടിന് 2 തട്ടാണുള്ളത്. നമ്മൾ ആദ്യം കയറി വരുമ്പോൾ കാണുന്ന ആദ്യത്തെ തട്ടാണ് ഇവിടെ അധികം ആരും ഡൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മളൊക്കെ മുകളിൽ തന്നെയാണ് സീറ്റ് കണ്ടെത്തിയിട്ട് മുകളിൽ തന്നെയാണ് ഇരുന്നത്. ഒരു തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ബോട്ടാണ്. ഇതിൻ്റെ പേര് സബീൽ എന്നാണ്. അപ്പോൾ സബീൽ എന്ന ബോട്ടിലെ ഇന്നത്തെ നമ്മുടെ ഒരു ക്രൂയിസ് ഡിന്നർ ട്രിപ്പ്, അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോട്ട് ശരിക്കും മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് മുകളിലേക്ക് പോകാനുള്ള പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതുവഴിയാണ് മുകളിലെ ഡെക്കിലേക്ക് പോകേണ്ടത്. ഞങ്ങൾ 3 ഫാമിലിയാണ് ഒരുമിച്ച് ഇന്നത്തെ ഈ യാത്രയ്ക്ക് വന്നിട്ടുള്ളത്. നമ്മൾ മാത്രമല്ല, നമ്മളല്ലാതെ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ 3 ഫാമിലിക്ക് ഇരിക്കാനുള്ള സൗകര്യം ഞങ്ങൾ മുകളിലത്തെ ഡെക്കിൽ ആദ്യം വന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത നിറത്തിൽ പ്രകാശപൂരിതമായ വലിയ കെട്ടിടങ്ങളുള്ള ദുബൈ രാത്രിയിൽ കൂടുതൽ മനോഹരമാണ്. ദുബൈയുടെ ഹൃദയത്തിലൂടെ മനുഷ്യനിർമ്മിതമായ പ്രധാനമായിട്ടും വിനോദയാത്രകൾക്കും പിന്നെ ദുബൈ നഗരത്തിന് പ്രത്യേകമായ ഒരു ആംബിയൻസ് നൽകാനും ഒക്കെ നിർമ്മിച്ച ഈ ഒരു വാട്ടർ കനാലിലൂടെയാണ് നമ്മുടെ യാത്ര. കോവിഡ് സാഹചര്യങ്ങൾ തളർത്തിക്കളഞ്ഞ ഒരു ടൂറിസം മേഖലയെ പതുക്കെ സജീവമാകാനുള്ള ഒരു ശ്രമത്തിലാണ്. നമ്മുടെ ബോട്ടുകൾ മാത്രമല്ല, ധാരാളം മറ്റു വലുതും ചെറുതുമായ ബോട്ടുകൾ യാത്രക്കാരെ കൊണ്ട് സജീവമായിട്ടുണ്ട്. അപ്പോൾ ദുബൈയുടെ രാത്രി ഭംഗിയൊക്കെ വേണ്ടുവോളം ആസ്വദിച്ച് ചെറിയൊരു ഡിന്നറൊക്കെ കഴിച്ച്, മനുഷ്യ നിർമ്മിച്ചെടുത്തതാണെങ്കിലും ഇതിൽ ചെറിയൊരു ഓളങ്ങളൊക്കെ ഉണ്ട്. ഈ ഓളങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച്, അതിൻ്റെ ഒരു ഉലച്ചിലുകളൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒരു സുന്ദരമായ ട്രിപ്പ്. വലിയ എക്സ്പെൻസുകളൊന്നുമില്ല. പൊതുവിൽ ഇപ്പോൾ ഓഫ് സീസണാണ്, അതുകൊണ്ട് എക്സ്പെൻസ് ഒന്നുകൂടി കുറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള എക്സ്പെൻസുകളേ ഉള്ളൂ എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ആദ്യം വന്നവരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഇരുപ്പുറപ്പിച്ചു. നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി. എല്ലാവരും മുകളിലെ തട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നാലാണ് ദുബൈയുടെ ഈ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ഓപ്പൺ എയർ ബോട്ടിങ്ങിൻ്റെ ഒരു സുഖമൊക്കെ ഈ മുകളിലത്തെ ഡെക്കിലിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് ഈ യാത്ര. ദുബൈയിലെ ജദ്ദാഫിൽ നിന്നും ദുബൈ വാട്ടർ കനാൽ എന്ന് നമ്മൾ പറയുന്ന ആ വാട്ടർഫാളൊക്കെയുള്ള ഇടം വരെയാണ് ഈ യാത്രയുള്ളത്. ദുബൈ ബിസിനസ് ബേ കനാലിലൂടെ ഒരു 1.25 മണിക്കൂർ അങ്ങോട്ടും 1.25 മണിക്കൂർ തിരിച്ചിങ്ങോട്ടുമാണ് യാത്ര. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ദുബൈ ക്രീക്ക് ഹാർബർ, അതുപോലെ ദുബൈ ഫെസ്റ്റിവൽ സിറ്റി, ഐക്ക, ബുർജ് ഖലീഫയിൽ ചിലപ്പോൾ നമുക്ക് ബുർജ് ഖലീഫയുടെ അടുത്തുള്ള ആ ഒരു ലേസർ ഷോയും ഒരു ഫൗണ്ടെയിനും ഒക്കെ ചിലപ്പോൾ നമുക്ക് കാണാനും കഴിയും. അങ്ങനെ ഷെയ്ഖ് സായിദ് റോഡിനെ മുറിച്ച് കടന്ന് പിന്നെ അവിടെ നിന്ന് നമ്മൾ ടേൺ എടുത്ത് തിരിച്ച് വരികയാണ് ചെയ്യുക. ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ടേൺ എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ ബ്രിഡ്ജിലാണ് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ ഉള്ളത്. ഈ ബോട്ട് വരുന്നതനുസരിച്ച് ഈ വെള്ളച്ചാട്ടം ഓപ്പൺ ആവുകയും ബോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വെള്ളച്ചാട്ടം ക്ലോസ് ആവുകയും ചെയ്യുന്ന സെൻസറുകളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന നല്ല മനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്ന അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒക്കെ ഒന്ന് ഇരുന്ന് ജദ്ദാഫിൽ നിന്ന് ബോട്ടിലേക്ക് എല്ലാവരും കയറി എല്ലാവരും ഒക്കെ ഒന്ന് ഇരുന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഫുഡ് ഒരു ഓപ്പൺ ബൊഫേ സിസ്റ്റമാണുള്ളത്. നിലവിൽ കോവിഡ് പ്രോട്ടോക്കോളുകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഓരോ ടേബിളിനും അവരവരുടെ ടേൺ അനുസരിച്ചാണ് ഫുഡ് എടുക്കാൻ കഴിയുന്നത്. ഫുഡ് ശരിക്കും അൺലിമിറ്റഡ് ആണ്. വാട്ടർ, ജ്യൂസ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഉണ്ടാവും, പായസം ഉണ്ടാവും, മറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. ഇതൊക്കെ അൺലിമിറ്റഡ് ആണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ജദ്ദാഫിൽ നിന്നും വാട്ടർ കനാലിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഫുഡ് കഴിക്കുക. വാട്ടർ കനാലിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ ശരിക്കും ഈ ബോട്ടിലുള്ളത് ഒരു 2-3 എൻ്റർടൈൻമെൻറ്റ് ഷോകളാണ്.
ഇപ്പോൾ ഒരു ഷോയും ചിലപ്പോൾ മാജിക് ഷോ അല്ലെങ്കിൽ മറ്റ് കൾച്ചറൽ ഷോകളൊക്കെ ഈ ബോട്ടിൽ നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം കോവിഡ് മാനദണ്ഡങ്ങളിലൊക്കെ പരിഗണിച്ചുകൊണ്ട് ആ ഷോകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയും അടുത്ത സീസണൊക്കെ ഓപ്പണായി വരികയും കോവിഡ് കൂടുതൽ കൺട്രോളിലാവുകയും ചെയ്യുന്നതനുസരിച്ച് ആ ഷോകളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഈ ബോട്ടിൽ ഇപ്പോൾ നമ്മൾ പല ഫാമിലികളും പല ഗ്രൂപ്പുകളായിട്ടാണ് ഈ ബോട്ടിൽ ഹയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ സീറ്റാണ് ഇപ്പോൾ ഹയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബോട്ട് ഒന്നാകെയും ഹയർ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഒന്നാകെ ബുക്ക് ചെയ്ത് ചെറിയ ഫംഗ്ഷനുകൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ ബോട്ടിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. അതിൽ ഉദാഹരണമായിട്ട് വെഡ്ഡിങ് അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷനുകൾ, റമദാനൊക്കെ ആണെങ്കിൽ ഇഫ്താർ പാർട്ടികൾ, അല്ലെങ്കിൽ ബിസിനസ് മീറ്റുകൾ, മറ്റ് ഫാമിലി മീറ്റുകൾ, അങ്ങനെ എന്തിനും ഈ സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നാകെ ഈ ബോട്ട് ഹയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന മെനു ആ മെനുവിലുള്ള ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ അവരോട് ഒരുപാട് കാര്യങ്ങൾ ഈ യാത്രയുടെ ഇടയിൽ ഈ ബോട്ടിൻ്റെ കപ്പിത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവർ, അതിൻ്റെ കപ്പിത്താനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അല്ലെങ്കിൽ ഈ ബോട്ട് മാനേജ് ചെയ്യുന്ന മറ്റൊരു സഹായി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോടും കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഈ ബോട്ടിൽ നിരന്തരമായ നമ്മുടെ യാത്രയിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ വ്യത്യസ്തങ്ങളായ പാട്ടുകൾ ഇട്ടിരുന്നത് കൊണ്ട് ആ പാട്ട് ഈ വീഡിയോയിൽ വന്നാൽ നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടും നമ്മൾ അവരുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണം ഒഴിവാക്കുകയാണ്. അവർ പറഞ്ഞത് പൊതുവിൽ കോവിഡ് സംബന്ധമായി അവർക്ക് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളും അതിനുശേഷം ഇപ്പോൾ പതുക്കെ കാര്യങ്ങളൊക്കെ സജീവമായി. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ കോവിഡിന് ശേഷം ഇത്തരം യാത്രകൾക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നത് പോലെ നമുക്കൊരു കോൺഫിഡൻസ് പതുക്കെ തിരിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലെ മറ്റ് കോവിഡ് പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം യാത്രകളിലും ഇത്തരം കൂടിച്ചേരലുകളിലും പങ്കെടുക്കാവുന്നതാണ് എന്നൊരു ആത്മവിശ്വാസം പതുക്കെ ബിൽഡപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇത്തരം ബിസിനസ്സുകളും പതുക്കെ ഒന്ന് ഉണർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂട് ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഓഫ് സീസൺ ആണ്. ചൂട് അവസാനിക്കുമ്പോഴത്തേക്കും കൂടുതൽ സജീവമാകുവാൻ കഴിയും എന്നാണ് അവരും നമ്മളും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൻ്റെ മുകളിലും താഴെയും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പെർമിഷൻ ഉള്ളത്. 100-200 പേരിൽ കൂടുതൽ കയറാൻ കഴിയുന്ന ബോട്ടാണ് യഥാർത്ഥത്തിൽ ഈ ബോട്ട്. ഇതിനേക്കാൾ വലുതും ഇതിനേക്കാൾ ചെറുതുമായ ധാരാളം ബോട്ടുകൾ ഈ റൂട്ടിലൂടെ സർവീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാം പതുക്കെ ഇങ്ങനെ സജീവമായി വരുന്നത് കാണുമ്പോൾ നമുക്കും ഒക്കെ ഒരു സന്തോഷമാണ്. നമ്മളൊരു മടക്ക യാത്രയിലാണ്, വീണ്ടും പഴയതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പുതിയതിലേക്ക് നമ്മൾ മടങ്ങി യാത്ര ചെയ്യുകയാണ് എന്നൊരു ആത്മസംതൃപ്തിയും ഒരു ആത്മവിശ്വാസവുമൊക്കെ നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടും. ഞങ്ങളും നമ്മളോടൊപ്പമുള്ള മറ്റ് ഫാമിലികളൊക്കെ ഈ യാത്ര വളരെ നന്നായിട്ട് ആസ്വദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും വളരെ തൃപ്തിയോടു കൂടിയുമാണ് ഈ യാത്ര അവസാനിച്ച് തിരിച്ചു പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ചില ഓപ്ഷനുകളായിട്ട് ഇത്തരം യാത്രകൾ കൂടിയുണ്ട് എന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സന്തോഷങ്ങൾ ലഭിക്കുവാൻ അല്ലെങ്കിൽ സന്തോഷങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ അതിനായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ഒരു അനിവാര്യമായ സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും നമ്മുടെ ചുറ്റുവട്ടവും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയും ഒക്കെ പൊതുവിൽ കൂടുതൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തേക്കാൾ പലരും പല ആശങ്കയിലും പല വിഷമത്തിലും നാട്ടിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെയായി പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ ഇതുപോലുള്ള ചില സന്തോഷങ്ങൾ, ചില അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ആ സന്തോഷങ്ങളൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തുക, ആ സന്തോഷങ്ങൾ അനുഭവിക്കുക. അപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കൂടി ബാലൻസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും എന്നത് ഒരു പ്രകൃതി നിയമമാണ്. അപ്പോൾ പ്രയാസങ്ങൾക്കപ്പുറം എല്ലാ പ്രയാസങ്ങളും അവസാനിക്കുന്ന തെളിമയുള്ള ഒരു ജീവിതകാലം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ കാലത്തേക്കുള്ള തുഴച്ചിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. നമ്മുടെ ഒരു ഇഷ്ടവും താല്പര്യവും നമ്മൾ പലപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഇറങ്ങുന്നത് വലിയ ആളും ബഹളമൊന്നും ഇല്ലാത്ത അതിൽ ഈ പളപളപ്പുള്ള അത്തരം ഒരു ദുബൈയുടെ ഒരു മറുജീവിതം ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്കല്ല നമ്മൾ അധികവും വരാറ്. നമ്മൾ
പിന്നെ മസാഫി അല്ലെങ്കിൽ ഫുജൈറ, കുന്ന്, മല, കാട്, അല്ലെങ്കിൽ കടൽ, ഇതൊക്കെയാണ് പൊതുവിൽ നമ്മുടെ ബ്ലോഗിലെ വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചാനലിലെ വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവിൽ മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയുമുണ്ട് ദുബൈയുടെ. നമുക്കൊക്കെ സാധാരണ മനുഷ്യർ നമ്മൾ പലപ്പോഴും കരുതിയിരിക്കുന്നത് ഇത് പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെയാണല്ലോ. അങ്ങനെയൊന്നും അല്ലാതെയും നമുക്ക് കയ്യിലൊതുങ്ങുന്ന രൂപത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ, വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് വന്ന് ഇതും കൂടിയൊക്കെ അറിഞ്ഞു പോകാൻ നല്ല. കാരണം നമ്മൾ പലപ്പോഴും പ്രവാസികളുടെ ഒരു സ്വഭാവമായി, പ്രകൃതമായി നമ്മൾ കാണുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ത്യജിച്ചിട്ട് ജീവിച്ചു എന്ന് പറയുന്ന, അത് വളരെ നല്ലൊരു മനസ്സുള്ള ആളുകളാണ് അങ്ങനെ ജീവിക്കുന്നത്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ വല്ലപ്പോഴെങ്കിലും ഇതിനും കൂടിയൊക്കെ നമ്മൾ ഒരു അവസരം ഒപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ വിചാരിച്ചതുകൊണ്ടാണ് ഇത് എന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ്. ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു. ഈ ഒരു ആംബിയൻസ്, ഞാൻ ഫുഡിനെ പറ്റിയിട്ട് ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല, മറ്റൊന്നിനെ പറ്റിയിട്ട് ഞാൻ അധികം അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയണ്ട. നമ്മുടെ ഒരു വളരെ കംഫർട്ടബിളായ നമ്മുടെ സുഹൃത്തുക്കളോടും ഇങ്ങനെ വന്ന് ഈ കനാലിലൂടെ ഇങ്ങനെ, ഈ കനാലിൻ്റെ പല ഭാഗത്തും നമ്മൾ പകൽ ജോലിയുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്ക് പലയിടങ്ങളിൽ വരുന്നതാണ്. എൻ്റെ ഓഫീസ് പോലും ഈ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലൊരു ഇടത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു രാത്രിയുടെ ആംബിയൻസിൽ ദുബൈ കാണാൻ പ്രത്യേകിച്ചൊരു ഭംഗിയാണ്. അപ്പോൾ ആ ഭംഗിയിൽ ദുബൈയുടെ ഉള്ളിലെ ഒരു കനാലിലൂടെ ഇങ്ങനെ ഒരു യാത്ര വളരെ സന്തോഷകരമായ യാത്രയായിരുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള വീഡിയോകളുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ചാനലിൽ മറ്റ് വീഡിയോകൾ കൂടി കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. നമുക്ക് മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.